ഹലോ, കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട്. ഏകദേശം ഓണം സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതാ ഇന്ന് അമ്പാടിക്കുട്ടർ 28ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പോണ വഴിയിൽ നല്ല മഴ പെയ്തു കേട്ടോ. ആ മഴ പെയ്തപ്പോൾ ഞങ്ങളിതാ പുഞ്ചപ്പാടം നിലവിളിക്കുന്നത്ത് ആ ഭാഗത്താ തോന്നുന്നു, അവിടെ കയറി നിന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അമ്പാടിക്കുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ അതാ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്കുട്ടി ആരാന്നറിയാത്തവർക്കായിട്ട് പറയുകയാണ്, അമ്പാടിക്കുട്ടി എൻ്റെ അനിയത്തിയുടെ മകനാണ്. അങ്ങനെ ഇതാ അമ്മയാണിത്, അപ്പുറത്തുള്ളത് അനിയത്തി. പിന്നെ അതാ അമ്പാടിക്കുട്ടീനെ മടിയിൽ വെച്ചിട്ടുള്ളത് അവൻ്റെ അമ്മായിയാണ്, ഇപ്പുറത്തിരിക്കണതും അമ്മായിയാണ്. അങ്ങനെ അതാ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്കുട്ടിയുടെ അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ ഗൾഫിലാണ്. പിന്നെ അമ്പാടിക്കുട്ടിയുടെ ചേച്ചിയാണ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത്. അങ്ങനെ അതാ നമ്മുടെ പാലക്കാടൻ ചടങ്ങുകൾ 28 ചടങ്ങുകൾ ഇതവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വെള്ളച്ചരടാണ് കെട്ടിയിട്ടുള്ളത്. പിന്നെ അതാ കറുപ്പ് ചരട് കെട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഗോൾഡൊക്കെ ഇടിക്കുക. അങ്ങനെ ഇതാ പിന്നെ കരിവളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പമ്പാടിക്കുട്ടി നല്ല കരച്ചിലാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലായിടത്തും ഇങ്ങനത്തെ ചടങ്ങുകൾ തന്നെ ആവണമെന്നില്ല. ഓരോ സ്ഥലത്തും പല തരം ചടങ്ങുകളാണ്. അപ്പം നമ്മുടെ നാട്ടിലും അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ നടത്തണ ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ കൺമഷിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം വയമ്പും ചന്ദനമൊക്കെ ഉരത്തിയിട്ട് അതാ അമ്പാടിക്കുട്ടിയുടെ വായയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറിയിട്ട് കൊടുക്കുക. പിന്നെ ശരീരം മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അനിയത്ര ഹസ്ബൻഡിൻ്റെ വീട് പെരിന്തൽമണ്ണ ആനമങ്ങാടാണ്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അവൾ അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചടങ്ങുകളും അവിടെ വെച്ചിട്ട് തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേച്ചി ഇതാ അനിയന് കൈച്ചെയിനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അമ്മയ്ക്ക് വിശേഷം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവളൊരു കുടുക്കയിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി പൈസ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രം പൊളിച്ചപ്പം ഒരു ഏകദേശം 7000-8000 രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് അന്നത്തെ വിലയ്ക്ക് അവൾ കുഞ്ഞൊരു കൈച്ചെയിന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾ വാങ്ങിയതല്ല, ഞങ്ങളെല്ലാവരും പോയിട്ട് എടുത്തതാണ്. അങ്ങനെ ദാ അമ്മ വള ഇടിക്കുന്നുണ്ട്. പിന്നെ ദാ എൻ്റെ നേരെ താഴെയുള്ള അനിയത്തി വള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ദാ ഞങ്ങളും അമ്പാടിക്കുട്ടിക്ക് ഒരു വള തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം അവർ മേടിച്ച ഗോൾഡൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പിന്നെ പുറമേ ഉള്ളവരുടെ ഗിഫ്റ്റൊക്കെ കൊടുക്കൽ. അങ്ങനെ ദാ തുമ്പിക്കുട്ടിയാണ് കേട്ടോ വളയൊക്കെ ഇട്ട് കൊടുക്കണത്. അതിന് ശേഷം ദാ ഓരോരുത്തരായി വന്നിട്ട് നമ്മുടെ അമ്പാടിക്കുട്ടിക്ക് വളയും മോതിരങ്ങളും അതേപോലെ ഉടുപ്പുകളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ അമ്പാടിക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്ര നേരം ഡ്രസ്സൊന്നും ഇടാണ്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അങ്ങനെ നല്ല തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഡ്രസ്സൊക്കെ ഇടിക്കുകയാണ്. അപ്പോൾ ഒരേപോലത്തെ ഡ്രസ്സാണ് ചേച്ചിയും അനിയനും അമ്മയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ ചടങ്ങുകളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് പോവാം അല്ലേ. കുറേ നേരം അവിടെ തന്നെ നിന്നപ്പോൾ മക്കൾ കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതാ രണ്ടാളെയും പുറത്തേക്ക് എടുത്തിട്ട് ഞങ്ങളും പുറത്ത് വന്നിട്ട് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതാ രണ്ടാളും വാശി പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്പാടിക്കുട്ടിയുടെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതാ അവ സുന്ദര കുട്ടപ്പനായിട്ട് ഞങ്ങളുടെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവനെ ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ തുമ്പിക്കുട്ടി അവനോട് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണ്. അതിന് ശേഷം അമ്പാടിക്കുട്ടി അതേപോലെ അമ്പാടിക്കുട്ടിയുടെ അമ്മ ഇരുന്നിട്ട് സദ്യ കഴിക്കുകയാണ്. അപ്പം അതിന് ശേഷം അവർക്ക് വിളമ്പി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പുറത്തുള്ളവർക്കൊക്കെ സദ്യ കൊടുക്കുക. അങ്ങനെ നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ അതാ വല്യമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സദ്യ കഴിക്കേണ്ട തിരക്കാണ്. അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പ് ഇരുന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ ട്രിപ്പൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, കുറേ ദിവസമായിട്ടുണ്ട് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട്. അപ്പോൾ ഇടാൻ കുറച്ച് വൈകിപ്പോയതാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അമ്പാടിക്കുട്ടിക്ക് ഇപ്പോൾ ഏകദേശം 6 മാസമൊക്കെ ആയിട്ടുണ്ട്. ചോറൂണ് ആവാറായിട്ടുണ്ട്.
അങ്ങനെ സദ്യ എല്ലാം കഴിക്കൽ കഴിഞ്ഞു 2-3 മണിയൊക്കെ ആയപ്പോൾ ഇതാ എല്ലാവരും പോവുകയാണ് കേട്ടോ. അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അമ്പാടിക്കുട്ടിയുടെ അമ്മയുടെയും ചേച്ചിയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ പോരുന്ന സമയത്ത് മഴയൊന്നുമില്ല കേട്ടോ. പോണ സമയത്ത് നല്ല ഗംഭീര മഴയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ നാട്, പുഞ്ചപ്പാടം റോഡ്. അപ്പോൾ നമ്മുടെ നാടും കൂടി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ.